ഞാൻ മടുത്തു. എന്നതാടി ഈ പ്രശ്നം? ഓ, ഒന്നും പറയണ്ട. എനിക്കൊരു കെട്ടിയവനുണ്ട്. പക്ഷെ ആ മനുഷ്യൻ എണ്ണീറ്റ് വരുമ്പോ തൊട്ട് തുടങ്ങും. ഓ, ഒന്ന് സാധകം തുടങ്ങി. രണ്ട്. ഓ, ഇടി വെട്ടി. മൂന്ന്. മഴയ്ക്ക് മുമ്പേ അങ്ങ് എത്തിയില്ലെങ്കിൽ ഇടിനാശം വെള്ളപ്പൊക്കവും ആയിരിക്കും. മോനായി പോയി. ഭർത്താവായിരുന്നു ഞാൻ വല്ല വിഷമം കൊടുത്തു വന്നേനെ. അമ്മ പറഞ്ഞത് കറക്റ്റാ. പക്ഷെ ഇവിടെ കെട്ടി വന്നപ്പോ തൊട്ട് എന്റെ കെട്ടിയവനെ വരച്ച വരയിൽ നിർത്തിയത് കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. സംശയം ഉണ്ടോ എന്ന് ഇങ്ങോട്ട് വന്ന് നോക്ക്. ചായ കുടിക്കാനായി തോന്നലായി, കട്ടൻ ചായ മുട്ടപ്പപ്സും തീർന്നപ്പോ തേങ്ങലായി. കട്ടൻ ചായ മോന്തി മോന്തി തീർത്തവളെ, എന്റെ മുട്ടപ്പപ്സും കട്ടെടുത്തു തിന്നവളാണു നീ. ബാക്കിയുള്ളവൻ കഷ്ടപ്പെട്ട് അടുക്കള പണി എടുക്കുമ്പോ സുഖിച്ചിരുന്ന് ചായ എന്റെ പപ്സം കഴിക്കുന്നു. അതൊക്കെ ആ സോമനെ കണ്ടു പഠിക്കണം. ആ സ്നേഹേ അവൻ ചായ ചോദിച്ചാ വീട്ടിയത്. അടുപ്പത്തിലൊരു ചായ കിട്ടുമോ? പാലില്ല. കട്ടൻ ചായാലും മതി. വെള്ളത്തിന് ചൂടില്ല. ചൂടാക്കിക്കൂടെ? വിറകില്ല. എന്നാ മലയെന്നൊരു മരം കൊണ്ടുവരാം. കൊണ്ടുവാ, എന്നിട്ട് കുടിക്കാൻ ചായ. ഹലോ സോമ. എടാ സണ്ണി, എന്താ പരിപാടി? അത് പിന്നെ സോമ, You still haven't finished this? പിന്നെ നീ ഇവിടെ എന്തെടുക്കുവായിരുന്നു? Yesterday I worked till 10:30, madam. And today I came early in the morning and started the work തുടങ്ങി, madam. Yeah, that's exactly what I'm asking you. Why haven't you finished this? This work is very heavy and I need more time. Heavy. This work is heavy for you. ജോലി സമയത്ത് ജോലി എടുക്കണം, അല്ലാതെ അതിനിടയ്ക്ക് ലൂസ് ടോക്കിന് പോരുത്. കേട്ടില്ലേടാ സോമ? എനിക്കുള്ള പേടിയൊന്നുമില്ല. ഒരു പേടിപ്പീരുകാരി വന്നിരിക്കുന്നു. തേങ്ങാ കൊല എന്ന് പറഞ്ഞപ്പോളാ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പൊ എന്നാ വിലയാ. പാവം അപ്പുറത്തെ മേഘ ഇത്തിരി വെളിച്ചെണ്ണ എടുക്കണേ പോലും അവളുടെ കെട്ടിയോ സമ്മതിക്കത്തില്ല. വെളിച്ചെണ്ണയ്ക്കഞ്ഞൂറ് തെങ്ങയ്ക്കോ 100 പാവം വീട്ടമ്മ ഞാൻ. പപ്പടം ഞാനിന്നു കാച്ചിയില്ല, സാമ്പാറിൽ കടുകു വറുത്തതില്ല. ഇന്നും ഞാൻ നോക്കി കുറയാൻ ചാൻസില്ല, എന്തോ ചെയ്യും ഞാൻ. വെളിച്ചെണ്ണയ്ക്കഞ്ഞൂറ് തേങ്ങയ്ക്കോ 100 പാവം വീട്ടമ്മ ഞാൻ. എടുത്തേങ്ങ. എന്തുട്ടാ? അല്ല മേഘേ, കുറശ വെളിച്ചെണ്ണ ഉപയോഗിച്ചാ മതി കേട്ടോ. ഓ, ആയിക്കോട്ടെ. ഇങ്ങനൊരു പിശുക്കൻ. അപ്പുറത്തെ സീനത്തിന്റെ ഒരു ഭാഗ്യമേ. എന്നും നെയ്യും എണ്ണയും വാരി കോരിയിട്ടാണ് കെട്ടിയ ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുന്നത്. അവര് തമ്മിലുള്ള സ്നേഹം ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയാണേ. ബിരിയാണി എന്താ ഇത്ര ഇഷ്ടമാവാൻ കാരണം? അത് പണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് വീട്ടിൽ ബിരിയാണി എന്ന് പറഞ്ഞുണ്ടാക്കുന്നത് വെജ് ബിരിയാണിയായിരുന്നു. ഇവിടെ വന്ന് ഈ ബിരിയാണി കഴിച്ചപ്പോഴാണ് മനസ്സിലായ അത് പുലാവ്, ഇതാണ് ബിരിയാണി. പിന്നെ അത് കഴിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു നീന്തുണ്ട്. അത് നീന്തോ? ഉറക്കം. അത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു ഉറക്കം, അത് സൂപ്പറാ. നമ്മൾ എന്നും ബിരിയാണി കഴിക്കുന്നതിൽ അപ്പുറത്തെ ജോർജ് ചേട്ടന് വിഷമമാണ്. അതെന്താ? പാവം, കലോറി നോക്കിയാ ചേച്ചി ഫുഡ് കൊടുക്കുന്നത്. ഒരു ഇഡ്ഡലിയും കൂടെ. എന്താ? അല്ല, എനിക്ക് ഒന്ന് മതി, 2 വേണ്ടെന്ന് പറയേ. പ്രായവും ആരോഗ്യസ്ഥിതി അനുസരിച്ച് കലോറി കണക്കാക്കിയിട്ടാണ് ഭക്ഷണം തീരുമാനിച്ചിട്ടുള്ളത്. അത് കൂട്ടാനും കുറയ്ക്കാനും പറ്റില്ല. ഇതെപ്പോഴും എപ്പോഴും എന്നെ കൊണ്ട് ആവർത്തിപ്പിക്കരുത്, പറഞ്ഞേക്കാം. ഏത് നേരത്താണോ ഈ സാധനം വന്നു കയറി? അതിനൊക്കെ ആ സേതു എത്ര ഭാഗ്യവാന്. അവന്റെ ഭാര്യ സുമ അവൻ ലീവിന് വരുമ്പോ എന്തൊക്കെയാ വെച്ചു കൊടുക്കുന്നത്. പക്ഷെ പാവം സുമ, അവൻ അതിനൊന്നും ഒരു വിലയും കൊടുക്കാറില്ല. പണ്ടത്തെ ആളൊന്നല്ല ഇപ്പൊ സേതുവേട്ടൻ. പണ്ടൊരു വിഷു ദിവസം സേതുവേട്ടൻ വീട്ടിൽ ഊണ് കഴിക്കാൻ വന്നപ്പോ ഞാനുണ്ടാക്കിയ സാമ്പാറിനെ എന്തുമാത്രം പുകഴ്ത്തിയിരുന്നു. ഓർമ്മയുണ്ടാവില്ല. ഞാൻ
ഓർക്കാൻ ശീലിച്ചിട്ടില്ല. പിന്നീട് എഴുതിയ കത്തിലും സാമ്പാറിന് അഭിനന്ദിച്ച് എഴുതിയിരുന്നു. നീ ഒന്ന് ചുമ്മാതെ കിടന്ന് കിണങ്ങാതെ പെണ്ണേ. അപ്പുറത്തെ ആ ശോഭയുടെ വീട്ടില് മിക്ക ദിവസവും പാട്ടും ആട്ടവുമായി എന്ത് സമാധാനത്തിലാണ് അവർ ജീവിക്കുന്നത്. പിന്നെ സമാധാനം, അവിടെ പാട്ടിടുന്നത് വേറെ ഉദ്ദേശത്തിലാണ്. ഹോ, അതെന്തോന്ന് ഉദ്ദേശം? രാത്രിയിൽ വാദ്യഘോഷാദികൾ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ എന്ത് ചോറും കൂട്ടാനുമായി വേസ്റ്റാക്കി കളയുന്നത്. ആ കാര്യത്തിൽ അപ്പുറത്തെ ഞാൻ വേണു ഒന്നാം തരം പഴയങ്ങഞ്ഞി വെച്ചാ കൊടുക്കുന്നത്. അത് പിന്നെ അവിടുത്തെ സിനി ഗർഭിണിയല്ലേ, അതുകൊണ്ടായിരിക്കാം പ്രോട്ടീൻ റിച്ച് ആയിട്ട് കൊടുക്കുന്നത്. ഇങ്ങനൊന്നും കഴിച്ചാ പോരാ മോളെ, നന്നായിട്ട് കഴിക്കണം. കുഞ്ഞിന് പ്രോട്ടീൻസ് കിട്ടണ്ടേ? ശരിക്ക് പ്രോട്ടീൻസ് കിട്ടാൻ ഒരു ഉഗ്രം വിലയുണ്ട്. എന്താ പറയുമ്പോ എന്നെ ആശാക്കരുത്. നല്ല റോസ് ചമ്പാവരി, അതെ ഇത്തിരി കുഴിവെള്ള ഒരു പരന്ന പിഞ്ഞാണത്തില് വെള്ളം കൂടുതലാക്കി പഴങ്കഞ്ഞി കോരിയെടുക്കണം. കോരിയെടുക്ക്. എന്നിട്ട് കുറച്ച് കട്ട തൈര് ഇതിലോട്ട് ഒഴിക്കണം. ഒരു പച്ചമുളക് കീറിയിട്ട മാങ്ങാക്കറി ഇതിലോട്ട് ഇടണം. എന്നിട്ട് അങ്ങോട്ട് ഞെരടിയിലോട്ട് ചേർത്തിട്ട് തലേ ദിവസത്തെ മരിച്ചീനി ഇതിലോട്ട് ഇടണം. ഇളക്കി ഒരു പരുവമാക്കി അവനെ അങ്ങോട്ട് എടുത്ത് 2 ലാമ്പി ഒരു ഒറ്റ മോന്തല്. കുട്ടാ, പ്രോട്ടീൻ മാത്രം കഴിച്ചാ പോരാ, നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുകയും വേണം. പാട്ടൊക്കെ കേട്ട് ഡാൻസ് ഒക്കെ കളിച്ച് കണ്ടില്ലേ നമ്മുടെ അയലൊക്കത്തെ പ്രേമം പെയ്തയും എപ്പോഴും ഹാപ്പി ആയിട്ട് അടിച്ച് പൊളിച്ച് നടക്കുന്നേ. ഡാൻസും പാട്ടുമായിട്ട് കുക്കിങ്ങോ? ആ, നീ ഒന്ന് പോയി നോക്ക്, അപ്പൊ കാണാം. Zubi-dubi pampara, zubi-dubi parampam, zubi-dubi nache, you pagal stupid man. Zubi-dubi pampara, zubi-dubi parampam, zubi-dubi nache, you pagal stupid man. शाखों पे पत्ते गा रहे हैं, फूलों पे भंवरे गा रहे, दीवानी किरणें गा रहे हैं, ये पंछी गा रहे। वो बगिया में 2 फूलों की हो रही है गुफ्तगू, जैसा फिल्मों में होता है हो रहा है हूबहू. आई 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 zubi-dubi pampara, zubi-dubi parampam, zubi-dubi nache, you pagal stupid man. Zubi-dubi pampara, zubi-dubi parampam, zubi-dubi nache, you pagal stupid man. झिम सन 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 हवा, टिप 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 बूंदे गुर्राते बिजलियां, भीगी भीगी साड़ी में यूं ठुमके लगाती तू, जैसा फिल्मों में होता है हो रहा है हूबहू. आई 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 zubi-dubi dubi pampara, zubi-dubi parampam,
Zooby dooby nache क्यों पागल stupid man. Hey, zooby dooby pampara, zooby dooby param pam.